ഞാൻ പെടാപ്പാട് വിട്ടു. ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൂജാരി അത് കണ്ടതുകൊണ്ടാവണം കൂടെ ചെല്ലാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ കൂടെ ചെന്നു. പോകുന്ന വഴി ഞാൻ അങ്കിളിനെ തിരഞ്ഞു. അവിടെയെങ്കിലും കണ്ടില്ല. റൂമിലേക്കാണ് പോയത്. നിനക്ക് എന്താടി പറ്റിയത്? ഞാൻ തലതാഴ്ത്തി നിന്നതേയുള്ളൂ. കാരണം ആ മുഖത്തേക്ക് നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു പോകും. നിന്നോടാ ചോദിച്ചത്? ഒന്നുമില്ല. പൂജാരി എൻ്റെ താടിയിൽ പിടിച്ചുയർത്തി എൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. പിന്നെന്തിനാ നീ കരയുന്നു? അതോടെ എൻ്റെ സകല നിയന്ത്രണവും പോയി. കണ്ണുകൾ ആർത്തലച്ച് പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് പൂജാരി എന്നെ വലിച്ച് നെഞ്ചിലേക്ക് അടുപ്പിച്ചു. കരയുന്ന കുഞ്ഞിനെ അമ്മ മാറോടണച്ച് ആശ്വസിപ്പിക്കും പോലെ. രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ മൗനത്തിനെ കൂട്ടുപിടിച്ചു. കരഞ്ഞു തീർന്നപ്പോൾ ഞാൻ മെല്ലെ പൂജാരിയിൽ നിന്ന് അടർന്നു മാറി. പതിയെ ആ കൈകൾ എൻ്റെ തോളിൽ അമർന്നു. ഞാൻ മിഴികൾ ഉയർത്തി അങ്ങേരെ നോക്കിയപ്പോൾ ആ കണ്ണിൽ എന്നോടുള്ള വാത്സല്യം തിളങ്ങുന്നത് ഞാൻ അറിഞ്ഞു. വാത്സല്യത്തോടെയുള്ള ആ നോട്ടം എൻ്റെ മനം നിറച്ചു. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. സ്നേഹവും കരുണയും വാത്സല്യവും അങ്ങനെയല്ല. എന്നും കൂടെയുണ്ടാവുമെന്ന് ആ കണ്ണുകൾ എന്നോട് പറയാതെ പറഞ്ഞു. മനസ്സിലെരിയുന്ന കനൽ ഐസ് പോലെ അലിഞ്ഞില്ലാതാവുന്നത് ഞാൻ അറിഞ്ഞു. ഇനി ഇവിടുന്ന് ശരിയാവില്ല, അമ്മ അന്വേഷിക്കും. ഞാൻ താഴേക്ക് ചെന്നു. പിന്നാലെ പൂജാരി. താഴെ അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നു. എന്തോ സംസാരിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി സ്നേഹയെക്കുറിച്ചാണെന്ന്. ഞാൻ പതിയെ തലതിരിച്ച് പൂജാരിയെ നോക്കി. പൂജാരി എന്നെ നോക്കി ഒന്നുമില്ലാന്ന് കണ്ണടച്ച് കാണിച്ചു. പത്മ പറയായിരുന്നേ സ്നേഹമോളെ പൂജാരിക്ക് ആലോചിച്ചാലോ എന്ന്. എന്നെ നോക്കിയാണ് പറച്ചിൽ. ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. പക്ഷേ ഉള്ളിൽ ഞാൻ കിടന്ന് അലറുകയായിരുന്നു. ഈ തള്ളേനെ ഞാൻ മിക്കവാറെടുത്ത് കിണറ്റിലിടും. ഇതൊക്കെ ഇവിടെ മാത്രം കണ്ടുവരുന്ന ആചാരങ്ങളാ. സ്വന്തം കാമുകിനെ വേറെത്തി കെട്ടിച്ചു കൊടുക്കണേന്ന് ചോദിക്കുന്ന ചുരുക്കം ചില അമ്മായിമ്മമാരിൽ ഒരാളാവും ഈ നിൽക്കുന്നത്. എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത പാവം തോന്നി. പാവം ഞാൻ. കണ്ണൊക്കെ നിറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ അതിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണെന്ന് മാത്രം. ഞാൻ പൂജാരിയുടെ മുഖത്തേക്ക് നോക്കി. ഇനി കറിഞ്ഞ മൂക്കിന് പിടിച്ച് കുത്തുന്ന അങ്ങേരെ ആംഗ്യം കാണിച്ചോടെ വന്ന കണ്ണീരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്കിളിനോടാണ്. ഈ അമ്മേനെ ഞാൻ ഒലക്കൊക്കെ അടിക്കും. അതിനെന്താ, നല്ല കാര്യല്ലേ? അങ്കിളും പച്ചക്കൊടി കാട്ടി. എൻ്റെ ലവ് ബേഡ്സൊക്കെ ഷോക്ക് അടിച്ച് ചത്തു. അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അവന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവന് മാത്രം ഇഷ്ടമായ പോരല്ലോ. ആ, അത് ശരിയാ. സ്നേഹമോൾക്കും കൂടി ഇഷ്ടാവണ്ടേ? പക്ഷേ ഞാൻ പറഞ്ഞ ആള് സ്നേഹമോളല്ല. പിന്നാരാ? ആൻറ്റി അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ഇനി അതാരാണ് ഈശ്വര പുതിയ അവതാരം? ഉള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ മേല. അതിൻ്റെ ഇടയ്ക്ക് ആ പുതിയ ഓരോന്നിൻ്റെ എൻട്രി. ഞാൻ നിന്ന് പുകയാൻ തുടങ്ങി. ദേ ഇവള് എൻ്റെ കയ്യിൽ പിടിച്ച് മുമ്പോട്ട് നിർത്തിയാണ് ആൻറ്റി ബാക്കി പറഞ്ഞത്. നിനക്ക് ഇഷ്ടാവും മോളെ ഇവനെ സ്നേഹിക്ക് കൊടുക്കുന്നത്? എൻ്റെ കുറച്ചു മുന്നേ പറന്നുപോയ കിളികളും പുതുതായി പറക്കാൻ നിൽക്കുന്ന കിളികളും തമ്മിൽ ഘോര യുദ്ധം തന്നെ നടന്നു. ഈശ്വര, ഞാൻ എന്തു പറയും ആൻറ്റിയോട്? ഒരാശ്രയത്തിനായി പൂജാരിയെ നോക്കിയപ്പോൾ അങ്ങേരി ചിരി പിടിച്ചിരുത്താൻ പെടാപ്പാട് പെടുന്നു. നേരത്തെ എങ്ങാണ്ട് അടിച്ചുപോയതിൻ്റെ ഒരു ബൾബ് പെട്ടെന്ന് അങ്ങ് കത്തി. സംശയം ഉറപ്പിക്കാൻ വേണ്ടി ആൻറ്റി അങ്കിളിനെ നോക്കിയപ്പോൾ കൺഫേം. എല്ലാവരും കൂടെ കുത്തി മറിഞ്ഞ് ചിരിക്കുന്നു. ഇത്രയും കാലം അയ്യോ പാവം പറഞ്ഞ അങ്കിള് പോലും. ഒരുമാതിരി ആച്ചു വർഗീസിൻ്റെ അവസ്ഥയായിരുന്നു ഇത്രയും കാലം എനിക്ക്. എല്ലാം കൂടെ എന്നെ പറ്റിക്കായിരുന്നു. വെറുതെ ടെൻഷൻ അടിച്ച് നടന്ന ഞാൻ മണ്ടി. എന്തോരം ഭക്ഷണം കഴിച്ച് കിടന്ന ഞാനായിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും എന്തേലും തിന്നാലായി. ഞാൻ അങ്ങേരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ചിരി തന്നെയാണ് മുഖത്ത്. ഒരുമാതിരി ആക്കിയ ചിരി. ഹോ, 4-5 ദിവസം കൊണ്ട് എൻ്റെ മോളങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു. വന്ന് ഇപ്പം ആൻറ്റി വരെ ട്രോളാൻ തുടങ്ങി. ഹാ, ഞാനൊരു ദയനീയ ഭാഗത്തിൽ ആൻറ്റിയെ നോക്കി. അപ്പം ആൻറ്റി ഒന്ന് അടങ്ങി. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ സ്നേഹമോളെ കൊണ്ട് ഇവനെ കെട്ടിച്ചേനെ. അങ്കിളാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇനി പറക്കാൻ കിളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കെന്നങ്ങ് സംശയിച്ചേ ഉള്ളൂ. ആ, അത്രയും ഭാഗ്യമൊന്നും എനിക്കില്ലാതെ പോയി. പൂജാരി കിടന്ന ആത്മഗതം കൊണ്ട് ഞാൻ അങ്ങേരെ ചെറഞ്ഞ് നോക്കിയതല്ലാതെ പ്രതികരിച്ചില്ല. നിന്നെ ഞാൻ എടുത്തോളാടാ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ കൺട്രോൾ ചെയ്തു. മോളെ കണ്ട അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചതാ മോളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. സ്നേഹമോൾ വന്ന അന്ന് ഇവൻ ഞങ്ങൾ വിളിച്ചിരുത്തി ഈ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ആനി എന്നെ ചേർത്ത് നിർത്തി വാത്സല്യത്തോടെ നെറുകയിൽ തലോടി. വാടിത്തളർന്ന പൂക്കൾ മനസ്സിൽ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി. മതിയമ്മേ, ആ പെണ്ണിനെ നിലത്തിർത്ത്. എന്നിട്ട് ഞങ്ങൾക്ക് വല്ലതും തിന്നാന്താ. ആന്റി ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. അങ്കിള് കുളിക്കാൻ. പിന്നെ ഒന്നും നോക്കിയില്ല. പൂജാരിയുടെ നെഞ്ചും കൂടി നോക്കി കൊടുത്തു വരണം. പൂജാരി കുനിഞ്ഞു പോയി. നീ എന്നെ അങ്ങ് കൊല്ല്. ഒന്നുമില്ല, ഞാൻ പോലീസുകാരനല്ലേടി. ഓ, ഒരു പോലീസുകാരൻ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്ന മനുഷ്യൻ നിങ്ങൾക്ക്. ഞാൻ എന്തൊരു ടെൻഷൻ അടിച്ചെന്നറിയോ? അത് പിന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ. അയ്യേ,
അതിലൊരു ത്രില്ലില്ല. പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ഭാവം മാറി എന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്യാണിപ്പോൾ. ഞാൻ കണ്ണുരുട്ടി കാണിച്ചപ്പോൾ എന്നെ സൈറ്റ് അടിച്ച് കാണിച്ചു. കുശുംബിയുടെ മുഖം തെളിഞ്ഞ് ഇന്നാ. ഞാൻ കുറച്ച് പുച്ഛം വാരി വിതറി. നിന്നെ ഇതിനേ കൊള്ളൂ, കരയാനും കുശുംപടിക്കാനും പിന്നെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും. എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല, കാരണം പുള്ളി പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് ഞാൻ സങ്കടം അഭിനയിച്ച് നിന്നു. അച്ചോടാ പിണങ്ങല് നീ. പെട്ടെന്ന് എൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചു. പക്ഷേ നീ കരയുന്ന കാണാൻ നല്ല ചേല, അതുകൊണ്ട് നിർത്തണ്ട. മെല്ലെ എന്നോടടുത്ത് ഒരു മന്ത്രണം പോലെ പൂജാരി എൻ്റെ കാതുകളിൽ മൊഴിഞ്ഞു. അതിനെ വല്ലാതെ കുളിര് കൊള്ളിച്ചു. ഒന്ന് പതിരെങ്കിലും ഞാൻ പെട്ടെന്ന് കുതിരി മാറാൻ ശ്രമിച്ചു. കാരണം ആന്റിയെങ്ങാനും കണ്ടാൽ തീർന്നു. പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ അകലം കുറക്കുകയാണ് ചെയ്തു. ആ ചുടുനിശ്വാസം എൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ മിഴികൾ താനെ താഴ്ന്നു പോയി. ഞാനൊരു ശില പോലെ മണ്ണിൽ ഉറച്ചുപോയി. നെഞ്ചിടിപ്പിൻ്റെ വേഗതയാർജിച്ചു. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ നെഞ്ചിൻ കൂടിനുള്ളിൽ ഷോക്ക് അടിച്ച പോലൊരു പിടുത്തം വീണു. ആ മിഴികളിൽ നിന്നൊരു കാന്തിക വൈദ്യുത തരംഗം ലേസർ രശ്മിയെ പോലെ പാഞ്ഞു വന്ന് എൻ്റെ കണ്ണിലേക്ക് ഇരച്ചു കയറി. ആ ചുണ്ടുകൾ എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോവുമെന്ന് തോന്നി. പുറകിൽ നിന്നൊരു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഞൊടിയിടയിൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് അകന്നു മാറി. ഞങ്ങൾ തിരിഞ്ഞു നോക്കി, പക്ഷെ പിന്നിലാരെയും കണ്ടില്ല. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. പിന്നെ ചിരിയായിരുന്നു രണ്ടുപേരും കൂടെ. അവസാനം അങ്ങേര് കുളിക്കാൻ വേണ്ടി മുകളിലേക്കും ഞാൻ അടുക്കളയിലേക്കും പോയി. ആൻറ്റിയെ ഞാനൊന്ന് സ്കാൻ ചെയ്തു, വല്ലതും കണ്ടോന്നറിയണമല്ലോ. പക്ഷെ പുള്ളിക്കാരി ആ സീനിൽ ഇല്ലായിരുന്നെന്ന് മുഖഭാഗത്തിൽ നിന്ന് മനസ്സിലായി. ഗ്ലാസ് പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിയതാ. ഇപ്പോഴാ സമാധാനമായത്. ആൻറ്റി എങ്ങാനും വല്ലതും കണ്ടിരുന്നെങ്കിൽ രണ്ടിനെയും കൂടെ പ്ലെയിനില്ലാതെ ഉഗാണ്ടൊക്കെ ഓടിച്ചേനെ. ഞാനും ചില്ല് പെറുക്കാൻ സഹായിച്ചു. ആൻറ്റി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല. കാരണം ഇനി പഴയതുപോലെ അല്ലല്ലോ. ഏത്